ഹലോ ഗുഡ് മോർണിംഗ് കേൾക്കാവോ? എൻ്റെ മൈക്ക് എന്നെ എല്ലാ ദിവസവും ചതിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞതിനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ വെച്ചൊരു വീഡിയോ ആയിരുന്നു. എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് സൗണ്ട് ഒട്ടും തന്നെ ഉണ്ടായില്ല അതിൽ. ഞാൻ എന്നതുകൊണ്ട് കുറച്ചുകൂടി ഒച്ചത്തിൽ സംസാരിക്കാം. ഞാനിന്ന് മൈക്ക് യൂസ് ചെയ്യുന്നില്ല. സോ ഇന്ന് ഒരു സൺഡേ ആണ്. എല്ലാവരുടെയും മോസ്റ്റ് ഓഫ് ദം എൻ്റെ ഫേവറേറ്റ് സൺഡേ. ബിക്കോസ് നമുക്ക് ലീവ് വരുന്ന ഏറ്റവും സൺഡേ അല്ലേ. അപ്പം ഇന്ന് ജസ്റ്റ് പുറത്ത് പോയി ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ രാവിലെ ഇപ്പോൾ കുറച്ച് മുന്നേ എണീച്ച് വന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം ഇനിയിപ്പോൾ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു വരണം, പിന്നെ ഫുഡ് കഴിക്കണം രാവിലത്തെ. അപ്പോൾ വയ്യ, മൂക്കൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ വരാൻ പോലെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സോ യാ, അപ്പോൾ നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് വരാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇടുന്ന വീഡിയോ ആയിരിക്കും. സോ ലെറ്റ്സ് സീ എന്തൊക്കെ നടക്കും, എന്തൊക്കെയാവും എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ വന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു. ഒരു അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ അധികം തിരക്കൊന്നും ഇല്ലാതുകൊണ്ട് കയറിയ. ഇവിടെ എന്താ പറയുക, മീൻ കറിയും അപ്പവുമാണ് ഫസ്റ്റ് ഞാൻ കഴിച്ചത്. ആൻഡ് അവിടെ എന്താ പറയുക, പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. എൻ്റെ മീൻ കറി നല്ല എരിവായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം ആസ്വദിച്ച് എരിഞ്ഞ് കഴിച്ചു എന്ന് വേണം പറയാം. പിന്നെ ചായ വന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. കണ്ണിന്ന് വരെ വെള്ളം വന്നപ്പോൾ എരിയും ചൂടൊക്കെ കൂടി നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ടാങ്കിൽ അക്വേറിയത്തിൽ കുറച്ചുകൂടെ മീൻ കുഞ്ഞുങ്ങൾ വേണമെന്ന് തോന്നി. അങ്ങനെ 2-3 ഗപ്പീനെ വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടേരം എല്ലാത്തിനെയും നോക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫൈറ്ററിനെയും കുറച്ച് ഗപ്പീസിനെയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ചിക്കൻ കടയിലോട്ട് പോയി. ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, യെസ്, അത് ഞാൻ മറന്നിട്ടില്ല. അപ്പം ബിരിയാണി വാങ്ങാൻ വേണ്ടി 1 കിലോ ചിക്കനൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി. കണ്ടോ, 2 ബ്ലാക്കും പിന്നെ എന്തൊക്കെ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിനെ നമ്മളുടെ ഫിഷ് ടാങ്കിലേക്ക് ഇടാൻ പോവാണ്. അതിങ്ങനെ ഇരട്ടെ കുറച്ചു നേരം, അവർക്കൊന്ന് പരിചയമാവണം. താഴെ നോക്കിയ താഴെ കാണിച്ച്. നമ്മൾ ഇവനെ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഈ കളർഫുൾ തത്തേനെ. ഇവൻ വയസ്സായി തോന്നുന്നു, ഭയങ്കര വലുപ്പം. ഇവളല്ലേ ഇവൻ? ഇവനെ ഇതിലിടാം. സുന്ദരന്മാരെല്ലാ ആണുങ്ങളുടെയും അതങ്ങനെയാണ് ഇവൻ എന്ന് വിളിക്കണം. ഓക്കെ, ഡോണ്ട് കോൾ ഇവൾ. ബട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുതൽ നോക്കണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും കണ്ണിങ്ങനെ ഇരിക്കത്തുള്ളൂ. അയ്യോ, ഇതിപ്പോ കുറച്ച് ഡിപ്പ്. പൊക്ക് മതി, ഇതിനൊക്കെ പോയി. ഹായ്, നമ്മുടെ പുതിയ വീട് കണ്ടോ? ഡുഡുമോൾ നീല വയസ്സായിരുന്നു. ഇന്ന് എടുത്ത് പിടിച്ചേ കയ്യിലോട്ട്. ഇതിനെടുത്ത് പിടിക്കൂ. അപ്പം എൻ്റെ മുകളിലൊക്കെ ഉണ്ട്, നിർത്ത് വെക്കൂ പ്ലീസ്. എന്നെ പേടിപ്പിക്കല്ലേ? അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കിടക്കാം. ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ബിരിയാണി ഇന്ന് സൺഡേ.
ബിരിയാണി സമിക്കം ചെയ്ത് നമുക്ക് ചിക്കൻ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ എടുക്കത്തില്ല, സ്റ്റിൽ നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത്ര വേണ്ടി വരില്ല, കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റി വെക്കും. ഇനി കഴുകണം നല്ലപോലെ. കഴുത്ത് കണ്ടോ, കഴുത്ത്, കോഴിയുടെ കഴുത്തേ. നമുക്ക് ബാക്കി ഇത് കഴുകിയിട്ടൊക്കെ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിലിട്ടിട്ട് ചതച്ചെടുക്കണം. അതിനാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ആൻഡ് വി ഹാവ് നല്ല വലിയ 2 പച്ചമുളക്, ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചതക്കാം. അവിടെ തിക്ക്. അപ്പോൾ നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കാണിച്ചെന്നില്ലേ, ഉള്ളി മുറിച്ചു വെക്കുവാണ്. കണ്ണൊക്കെ ലുക്ക് അറ്റ് മൈ ഐസ്, കണ്ണൊക്കെ അടിച്ചു പോയി ഗൈസ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളിയാണ്. ആൻഡ് ഞാൻ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. തലശ്ശേരി പൊരിച്ച കോഴിയുടെ ബിരിയാണി. അധികം എണ്ണയൊന്നുമില്ല, ഞാൻ എയർ ഫ്രയറിലായിരിക്കും ചിക്കൻ ഇതാക്കുന്നത്, ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അധികം എണ്ണ ഇതിൽ വരത്തില്ല. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഉള്ളി വെക്കണം. ഇത് പക്ഷേ എണ്ണയിലായിരിക്കും ചെയ്യുന്നത്. ഇത് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പാനിൽ ചിക്കനല്ല സോറി, ഫസ്റ്റ് ഉള്ളി വറുത്തെടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ടാണ് ബാക്കി പ്രോസസ്സ് തുടങ്ങുന്നത്. പിന്നെ ചോറ് വെക്കുക, ഗ്രേവി മസാല ഉണ്ടാക്കുക, പിന്നെ ദമ്മിടുക, കഴിഞ്ഞു. വലിയ പണിയില്ല, ബട്ട് എന്നാലും പണിയാണ്. അപ്പോൾ സോ നമുക്ക് എയർ ഫ്രയറിലേക്ക് ചിക്കൻ വെക്കാം, എന്നിട്ട് വറുത്തെടുക്കാം. ഇത് കുറച്ചധികം വറുക്കേണ്ട, 2 ഭാഗം ചെറുതായിട്ട് ഒരു 20 മിനിറ്റ്സ് മതിയാവും, അത്ര മതി. ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ട് പിന്നെയും വറുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പിന്നെയും കുക്കായിക്കോളും. അപ്പോൾ ഇപ്പോൾ നമുക്കിത് വറുത്ത് വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എയർ ഫ്രയറിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ഗ്രേവി ആക്കുമ്പം ആവശ്യമുണ്ടാവും. ആൻഡ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം, മസാല ബിരിയാണിയുടെ. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കണം. സോ അതുകൂടെ കഴിഞ്ഞാൽ രണ്ടും കൂടി ദമ്മിടുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ ഇൻ കമൻറ്റ് ബോക്സ്. ആരോ ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഇതിന് ഞാൻ പറയാം കേട്ടോ. സോ അത്ര ഉള്ളൂ. നമ്മുടെ ബിരിയാണി റെഡിയാണ്. ഇത് ഞാൻ പുതിന ചമ്മന്തി ആൻഡ് ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ എൻ്റെ ടെസ്റ്ററെ വീണ്ടും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം നമ്മുടെ ടെസ്റ്റർ ഇതാ. ചമ്മന്തി അല്ല, ബിരിയാണി കഴിക്കാം. ഓക്കെ, അപ്പം ബിരിയാണി അങ്ങനെ സക്സസ് ആയിരുന്നു. സോ ഇപ്പം സമയം 4:45. അപ്പം ഞാനും പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇതായിരുന്നു എൻ്റെ കുട്ടി സൺഡേ വ്ളോഗ്. എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലേ. നമുക്കും ബിരിയാണി ട്രൈ ചെയ്യാം. നല്ല രസമല്ലേ, പുതിന ചട്നി. അപ്പം കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. നല്ല യമ്മി ബിരിയാണിയാണ്. അങ്ങനെ സൺഡേ നമ്മൾ ഫുൾഫിൽ ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബിരിയാണിയൊക്കെ കുറച്ച് വെച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുക. അല്ലാണ്ട്
അപ്പം തന്നെ കഴിക്കുമ്പം നമുക്ക് ആ കംപ്ലീറ്റ് മസാലയുടെ ഇത് വരത്തില്ല. പക്ഷേ ഇപ്പം വിശക്കുമ്പം കഴിച്ചല്ലേ പറ്റൂ. സോ കുറച്ചുകൂടെ കഴിച്ചപ്പം നാളെ കഴിക്കണമെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ ഞാൻ ആശംസിക്കുന്നു. ഇനി വൈകിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഐ ഡോണ്ട് നോ. ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.